കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഗണേഷ് കുമാർ എന്ന വ്യക്തിയുടെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ട പേരാണ്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു, പത്തനാപുരക്കാരോട്. അതിന്റെ ഭാഗമാണ് ഗതാഗത വകുപ്പ് ഇന്ന് KSRTC എന്ന കേരളത്തിൽ പലപ്പോഴും നഷ്ടത്തിലായി എന്ന് പറഞ്ഞ കാര്യത്തെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനും എല്ലാ 1-ാം തീയതിയും ശമ്പളം കിട്ടുന്ന രീതിയിലേക്ക് കേരളത്തിലെ KSRTC ജീവനക്കാരുടെ കണ്ണുകളുടെ തിളക്കവും അവരുടെ മനസ്സിലെ അവരുടെ കുടുംബത്തിലെ ആളുകളുടെ ചിരിയും അത് സമ്മാനിച്ചത് പത്തനാപുരക്കാരാണ്. കാരണം നിങ്ങൾ തെരഞ്ഞെടുത്തയച്ചതുകൊണ്ട്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കും. ബാക്കി എല്ലാ MLA-മാരും അവരുടെ മണ്ഡലത്തിലാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി 1 മാസം പോലും ബാക്കിയില്ല. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തെ ഇന്നലെ കണ്ടതാണ്. ബാക്കി എല്ലാവരും അവരുടെ മണ്ഡലത്തിലാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ചില ബന്ധങ്ങൾ ബന്ധനങ്ങളാണ്. അവരുടെ മുഖത്തേക്ക് നോക്കി നോ എന്ന് പറയാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ നിർബന്ധിതമായത്. ബഹുമാന്യനായ നിങ്ങളുടെ MLA KB ഗണേഷ് കുമാർ എന്ന നിയമസഭയിലെ ഭൂരിഭാഗം MLA-മാരും വിളിക്കുന്ന ഗണേശ് ചേട്ടൻ, ആ വ്യക്തിയോടുള്ള ബഹുമാനവും ആദരവും ആരാധനയുമാണ് ഈ ചടങ്ങിലേക്ക് വരാൻ എന്നെ നിർബന്ധിതമാക്കിയത്. ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ജുമാ നമസ്കാരത്തിന് മുമ്പായി ഈ പരിപാടി തീർക്കണം. ഞാൻ ആദ്യം ധരിച്ചത് ഉച്ചയ്ക്ക് ശേഷം വന്ന് ഇവിടെ നിന്നും കൊല്ലത്ത് പോയി ട്രെയിൻ കയറി പോവാന്നായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് മുമ്പായി വന്ന് പോകണമെന്നുള്ളത് കൊണ്ട് ആണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ നിർബന്ധിതമായത്. എനിക്ക് ജ്യേഷ്ഠ സഹോദര തുല്യനാണ് ഗണേഷ് ഏട്ടൻ. 10 വർഷമായി വളരെ അടുത്ത ആത്മബന്ധമുണ്ട്. അതിനു മുമ്പ് സഖാവ് കോടിയേരി ബാലകൃഷ്ണനിലൂടെ വളരെ അടുപ്പം ഗണേഷ് ഏട്ടനുമായി എനിക്കുണ്ട്. പക്ഷെ ഇപ്പം സഹോദര തുല്യനാണ്. അദ്ദേഹം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. അതിന്റെ ഉദാഹരണമാണ് KSRTC ബസ് ഇത്ര ലാഭത്തിലേക്ക് കൊണ്ടുവന്നതും ഗതാഗത വകുപ്പ് മികച്ച നിലയിലേക്ക് എത്തിയത്. അദ്ദേഹം നല്ലൊരു ആർക്കിടെക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളും പല സ്കൂൾ കെട്ടിടങ്ങളും എല്ലാം അതിന്റെ ആർക്കിടെക്ട് ശ്രീ KB ഗണേഷ് കുമാർ എന്ന ഞങ്ങളുടെ ഗണേഷ് ഏട്ടനാണ്. അദ്ദേഹം ഒരു മികച്ച ഡിസൈനറാണ്. കാരണം അദ്ദേഹത്തിന്റെ സർക്കാർ കെട്ടിടങ്ങളിലെല്ലാം അതിന്റെ ഉള്ളിലത്തെ ഡിസൈൻ സംവിധാനങ്ങൾ അദ്ദേഹം തന്നെ നിർവഹിച്ചു. അദ്ദേഹം നല്ല ഒരു കലാകാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കും, ആ സിനിമ ഹിറ്റായി മാറുന്നത്. അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, ഫിലാൻഡ്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ആ മനുഷ്യസ്നേഹി ആയതുകൊണ്ടാണ് 25 വർഷമായി നിങ്ങൾ അദ്ദേഹത്തെ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിപ്പിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ, ആർക്കിടെക്ട്, ഡിസൈനർ, ആർട്ടിസ്റ്റ്, ഫിലാൻഡ്രോപ്പിസ്റ്റ്, ഇതെല്ലാം ഒത്തുചേരുമ്പം അതിന് വിളിക്കുന്ന പേരാണ് KB ഗണേഷ് കുമാർ. പര്യായമാണല്ലോ. സൂര്യന് പര്യായ അർക്കനുണ്ട്. അതുപോലെ ഗണേഷ് കുമാർ എന്ന വ്യക്തിയെ നാളെ കുട്ടികൾ പഠിക്കുമ്പം അദ്ദേഹത്തിന്റെ പര്യായ പദങ്ങളായി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തിരക്കിയാണ്. മനുഷ്യത്വവും സൗഹാർദ്ദവും സൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തെ പോലെ മികച്ച ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അനിതര സാധാരണമായ ധൈര്യമാണ് തീരുമാനമെടുക്കുക. ഇപ്പൊ ചിലർക്ക് ഒരു ശങ്കയുണ്ട്, അത് എടുക്കണോ വേണ്ടേ ശങ്കയുണ്ടാവും. ഞാൻ കേട്ടറിഞ്ഞ ഗണേഷ് കുമാർ, അദ്ദേഹം നേരത്തെ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ വനം വകുപ്പിലെ പല കോംപ്ലിക്കേറ്റഡ് ആയ തീരുമാനങ്ങളും എടുക്കാൻ പലരും മടിച്ച ഘട്ടത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് ജനപ്രതിനിധികളെ സഹായിച്ച ആളാണ് ഞാൻ കേട്ടറിഞ്ഞ ഗണേഷ് കുമാർ. നിയമസഭയിൽ എത്തിയപ്പം അതൊന്ന് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടാണല്ലോ. ആ സഹായം ലഭിച്ച MLA-മാരോട് ഞാൻ സ്വകാര്യം പോയി ചോദിച്ചു. അന്ന് അദ്ദേഹം മന്ത്രിയല്ല, 2016. അവരൊക്കെ അത് ശരിവെച്ചു അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തത്. MLA-മാർ ഏത് വിഷയവുമായി പോയി സമീപിക്കുമ്പോഴും MLA-മാരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ നിലപാട് രണ്ടുണ്ടല്ലോ. ഒന്ന് അപ്പൊ തന്നെ നോ എന്ന് പറയാം, അങ്ങനെയാണല്ലോ. അത് നടക്കൂലപ്പ. ഗണേഷ് കുമാർ നോ പറയും ഞാൻ കേട്ടില്ല. ഗണേഷ് ഏട്ടൻ അദ്ദേഹം എപ്പോഴും യെസ് പറയും. യെസ് പറഞ്ഞ് അത് യെസ് ആക്കി മാറ്റാൻ പരമാവധി അദ്ദേഹം ശ്രമിക്കും. ചിലത് ഒരു കാരണവശാലും നടത്താൻ കഴിയാതെ പോകും വേണം നോ ആയി മാറുക. മുട്ടായി വിതരണ തൽക്കാലം നിർത്തുക. എന്താ പ്രശ്നം എന്നറിയോ? ഈ മുട്ടായിയിലാണ് ശ്രദ്ധ. അത് ഞാനാണിരുന്നാലും അങ്ങനെ തന്നെ. അത് മുട്ടായിയോട് ഇഷ്ടമുണ്ടായിട്ടല്ല, അത് എനിക്ക് കിട്ടോ ഇല്ലെന്നൊരു ശങ്കയാണ്. അത് ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ്. നിങ്ങളിപ്പോ ചായ വിതരണം ചെയ്ത് നോക്കിയാൽ ആളെ ശ്രദ്ധ ചായയിലുണ്ടാവുക, എന്റെ അടുത്ത് എത്തുവളി അതിനുമ്പ് തീർന്നു പോവാ, സംശയമാണ്. അത് മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചായ എന്തെല്ലാം എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഏത് പ്രശ്നങ്ങൾക്ക് സമീപിച്ചാലും പരിഹാരം ഉണ്ടാക്കി തരാൻ അദ്ദേഹം ശ്രമിക്കും. അത് ഞാൻ അദ്ദേഹത്തെ കണ്ട പ്രത്യേകതയാണ്. ഏത് കാര്യവുമായി MLA-മാർ പോയാൽ തൃപ്തരായിട്ട് തിരിച്ചു വരും. ഏത് കാര്യം അത് അവർ ചിലർ വന്നിട്ട് പറയും അത് നടന്നു സ്പീക്കറെ. പിന്നെ ഇദ്ദേഹവും ഞാനുമായുള്ള ബന്ധം മനസ്സിലാക്കി പലരും ഇടനിലക്കാരനായി എന്നെ വിളി. അത് MLA-മാര് മാത്രമല്ല കേട്ടോ, മറ്റൊരു വരും. അല്ല നിങ്ങളുമായിട്ട് ബന്ധമുണ്ടല്ലോ, ഒന്ന് പറയണം. അങ്ങനെ ന്യായമായ കാര്യങ്ങൾക്ക് ശുപാർശ ഞാനും ചെയ്യാറുണ്ട്. അങ്ങനെയെല്ലാം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ
ഗണേഷ് കുമാർ എന്ന വ്യക്തിയുടെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ട പേരാണ്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു പത്തനാപുരക്കാരോട്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിന് സമ്മാനിച്ചതിന് അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയും കേരളത്തിന്റെ ലോകത്തെവിടെയെല്ലാം മലയാളി ഉണ്ടെങ്കിൽ ആ മലയാളിയുടെ മനസ്സിൽ ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവിനെ സംഭാവന ചെയ്തതിന് പത്തനാപുരത്തെ ജനങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സംഭാവനയാണ് ഈ രാഷ്ട്രീയ നേതാവ്. നിങ്ങൾ കാണിച്ച സ്നേഹം, അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചിരുന്നു, എനിക്ക് ഉറപ്പാണ്. നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് തുടർച്ചയായി 5 തവണ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചത്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തെറ്റായിട്ടില്ല, ഞാൻ അടിവരയിടുകയാണ്. നിങ്ങളുടെ തീരുമാനം തെറ്റല്ല, നിങ്ങളുടെ തീരുമാനം ശരിയാണ്. ആ തീരുമാനം ശരിയായതുകൊണ്ട് അതിന്റെ ഭാഗമാണ് ഗതാഗത വകുപ്പ് ഇന്ന് KSRTC എന്ന കേരളത്തിൽ പലപ്പോഴും നഷ്ടത്തിലായി എന്ന് പറഞ്ഞ കാര്യത്തെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനും എല്ലാ 1-ാം തീയതിയും ശമ്പളം കിട്ടുന്ന രീതിയിലേക്ക് കേരളത്തിലെ KSRTC ജീവനക്കാരുടെ കണ്ണുകളുടെ തിളക്കവും അവരുടെ മനസ്സിലെ അവരുടെ കുടുംബത്തിലെ ആളുകളുടെ ചിരിയും അത് സമ്മാനിച്ചത് പത്തനാപുരക്കാരാണ്. കാരണം നിങ്ങൾ തെരഞ്ഞെടുത്തയച്ചതുകൊണ്ട്. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു.